ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ലാലേട്ടൻ്റെ ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതിനുവേണ്ടി 3/4 കിലോ ചിക്കൻ നല്ലോണം ഒന്ന് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. 200 ഗ്രാം ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, പിന്നെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എത്രയാണോ അതൊന്ന് ചതച്ചെടുത്ത് വെക്കുക. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലേക്കൊന്ന് പോകാം. എല്ലാം നമ്മളിതിൽ ചതച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായ ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന ശേഷം നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വന്ന ശേഷം നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം മൂത്ത് വന്ന ശേഷം നമുക്കതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നില്ല, സവാള ചേർത്ത് കൊടുക്കുന്നില്ല. ഇതെല്ലാം ചുവന്നുള്ളിയിലാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ വഴണ്ട് വന്ന ശേഷം നമുക്കതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അത് നമ്മുടെ എരിവിന് ആവശ്യമായിട്ട് കൂടുതൽ വേണമെങ്കിലും കുറച്ച് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് ചില്ലി ഫ്ലേക്സ്. അപ്പം നമ്മളിതിലേക്ക് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ചില്ലി ഫ്ലേക്സ് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഞാനൊരു തേങ്ങ നന്നായിട്ടൊന്ന് ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചുട്ടെടുത്തത് നമ്മൾ മിക്സിയുടെ ജാറിനകത്ത് ഇട്ട് കൊടുത്തൊന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ അടുപ്പിനകത്തിട്ട് ചുട്ടെടുക്കുക. അത് അടുപ്പില്ലാത്തവർക്ക് ഗ്യാസ് വെച്ചൊന്ന് ചുട്ടെടുക്കാവുന്നതാണ്. ചുട്ടെടുത്ത തേങ്ങ മിക്സിയുടെ ജാറിനകത്തിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്ത ശേഷം നമുക്ക് ഈ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2-3 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. 2-3 മിനിറ്റ് ഇളക്കി കൊടുത്ത ശേഷം നമ്മളതിലേക്ക് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് നമ്മൾ അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടാണ് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഉപ്പ് വേണം നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതുപോലെ ഇടയ്ക്ക് നമ്മളിതൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ചിക്കനകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരും. എങ്കിൽ കൂടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റോട് കൂടിയുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ ലാലേട്ടൻ്റെ ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇവിടെ ഒരുപാട് ഇഷ്ടപ്പെട്ട നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്കിത് ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെയും എന്തിൻ്റെയും കൂടെയും കഴിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങളിത് പൊറോട്ടയോടാണ് കഴിച്ചത്. അടിപൊളിയായിരുന്നു. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ലാലേട്ടൻ്റെ ചിക്കൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീണ്ടും നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ഉണ്ണിക്ക് ചൂസ് കറി വേൾഡ്. ബൈ.